മോക്ക് സന്തോഷമായല്ലോ അല്ലേ? പിന്നെ ഭയങ്കര സന്തോഷായി. ചില മുഖ്യമന്ത്രിമാരൊക്കെ പറയുന്ന പോലെ പരിഹരിക്കാന്നുള്ള ഉറപ്പല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പണത്തിന്റെ സ്ഥാനത്ത് പണം തന്നെ വേണോ അമ്മേ, അല്ലാതെ പുളുങ്കുരു പറക്കി വെച്ചാ പോരാ. ആഹാ, ആന്റി ഗംഭീരായിട്ട് ഷോപ്പിംഗ് നടത്തിയ ലക്ഷണം ഉണ്ടല്ലോ. സിറ്റി പോയി വരുന്ന വഴി സുധയുടെ ടെക്സ്റ്റൈൽസ് കയറി എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ദേ നിനക്കും ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാർക്കാ ആന്റി ഈ ഷർട്ട്? അത് വിഷ്ണുവിന് എടുത്തതാ. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, സൈസ് കറക്റ്റ് ആവുമെന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. ഇത് വിഷ്ണുവേട്ടന്റെ സൈസ് തന്നെയാണല്ലോ. ഇത് എന്റെ വക ഒരു പ്രസന്റ് ആയിട്ട് വിഷ്ണുവേട്ടന് കൊടുത്താൽ എങ്ങനെയിരിക്കും? അല്ല ആന്റി എന്താ ഇത് വിഷ്ണുവേട്ടന് കൊടുക്കാതിരുന്നേ? അവൻ പുറത്തു പോയിരിക്കല്ലേ മോളെ. ഈ ഷർട്ട് എനിക്ക് തരൂ ആന്റി. നിനക്കെത്തിരി ഈ ഷർട്ട്? അതൊക്കെ ഉണ്ട്. ആന്റി എനിക്ക് ഷർട്ട് തരുവോ ഇല്ലയോ എന്ന് പറഞ്ഞാ മതി. അതിനെന്താ മോൾ എടുത്തോ? താങ്ക്സ് ആന്റി. മോളെ നിന്റെ ഡ്രസ് അതൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം ആന്റി. ഈ പെണ്ണിന് ഇത് എന്തു പറ്റിയോ? ഹലോ ഡാർലിംഗ്. ഇഷ്ടായില്ലേ? എന്ത് സാരി? കൊഴപ്പില്ല, സത്യമ്മ വാങ്ങിച്ചല്ലേ? അല്ലല്ല, വാങ്ങിച്ചത് അമ്മയാണെങ്കിലും സെലക്ഷൻ ആയിരുന്നു. അതെങ്ങനെ? ടെക്സ്റ്റൈൽസ് കയറിയപ്പോഴേ അമ്മ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് പറയാ ഇയാൾക്ക് ചേരുന്ന ഒരു സാരി ഇങ്ങോട്ട് സെലക്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് കിട്ടിയ ചാൻസ് അല്ലേ. ഫോണിലൂടെ സെയിൽസ് ഗേളിനെ കൊണ്ട് അവിടെയുള്ള സകല സാരി മുഴുവൻ വാരി പുറത്തിട്ടിട്ടാണ് ഇതൊരെണ്ണം സെലക്ട് ചെയ്തത്. ഓ അത് ശരി. അപ്പൊ വെറുതെ അല്ല സംഭവം. എന്താ? സത്യാമ്മയെ പോലെ ഒരാള് ഇങ്ങനെ ഒരെണ്ണം എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. അതെന്താ അങ്ങനെ പറയുന്നേ? പറയാതെ പിന്നെ. ദേ വിഷ്ണുവേട്ടൻ കണ്ണു പൊട്ടനാണോ എന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇതിന്റെ കളർ ഒന്ന് നോക്കേ, ഇതെനിക്ക് എങ്ങനെ മാച്ച് ആവാനാ? ഭയങ്കര ബോറ്. പിന്നെ ഈ ഡിസൈനും മെറ്റീരിയലും. കോമൺ സെൻസുള്ള ആരെങ്കിലും ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യോ? പിന്നെ ദേ മുന്താണി നോക്കിയേ, പ്ലെയിൻ ആയിപ്പോയി. ഇനിയിപ്പൊ കുഞ്ചലുമെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നന്നാവുമായിരുന്നു. പോരാത്തന് ബ്ലൗസ് പീസ് പോലും ഇല്ല ഈ സാരിക്ക്. എന്റെ ദൈവമേ, ഈ സാരിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നാ? എടോ സോറിടോ, ഞാൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതിട്ട് നോക്കിയെടുത്തതാ. പക്ഷെ ഇനിയിപ്പോ അത് പോട്ടെ. എന്താ പിന്നെ അടുത്ത് തന്നേക്ക്, ഞാനത് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള വാങ്ങാം. അത് വേണ്ട, അങ്ങനെ ഇപ്പൊ തരാൻ മനസ്സില്ലെങ്കിലോ? ഇതേ എനിക്ക് എന്റെ ഭർത്താവ് സെലക്ട് ചെയ്ത് തന്നതാ. അതങ്ങനെ അങ്ങ് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. എന്റെ
ഭർത്താവിന്റെ ഇഷ്ടം തന്നെയാ ഇനി എന്റെ ഇഷ്ടം. ഇയാളോട് പറഞ്ഞ സാരി ഇഷ്ടായില്ലാന്ന്. അത് പിന്നെ ഞാനൊരു നമ്പർ ഇട്ടല്ലേ. ഭർത്താക്കന്മാര് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഭാര്യമാരിടുന്ന സ്ഥിരം നമ്പർ. അല്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടൻ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ഇഷ്ടാവാതിരുന്നിട്ടുണ്ടോ ഇതുവരെ? ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നിറം, ഡിസൈൻ, മെറ്റീരിയൽ കണ്ട എല്ലാം സൂപ്പറാ. ശരിക്കും എന്റെ മനസ്സ് കണ്ട് വാങ്ങിച്ചതുപോലെ ഉണ്ട്. ഇനി പറഞ്ഞേ, നമുക്കിതിന്റെ ബ്ലൗസ് പീസ് എപ്പോഴാ വാങ്ങാൻ പോണ്ടേ? ഒരൊറ്റ ഞാനൊന്നും വരുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. എല്ലാ ഭർത്താക്കന്മാരും വിധി ഇതാ. അയ്യേ, ഇത്രയുള്ളൂ നാട്ടുകാരെ വിറപ്പിക്കുന്ന എന്റെ കൊച്ചു തെമ്മാടിയുടെ മനസ്ഥൈര്യം. ഞാനൊന്ന് മുഖം വീർപ്പിച്ചപ്പോഴേക്കും കണ്ണീരൊഴുക്കാൻ നിൽക്കുന്ന കള്ളക്കാമുകന്റെ ലക്ഷണമാണല്ലോ. മതി, ഇയാൾ എന്നോട് വലിയ വർത്തമാനം പറയണ്ട. ഞാൻ എന്താ ഇയാളുടെ കളിക്കുട്ടിയാ? തോന്നുമ്പോ തോന്നുന്ന പോലെ പറയാൻ. വിടന്നേ, ഇതൊക്കെ ഒരു തമാശയല്ലേ വിഷ്ണുട്ടാ. ബി ഹാപ്പി, ബി പോസിറ്റീവ്. വാ, നമുക്ക് ഈ സാരി ഒന്നെടുത്ത് തോളിലിട്ട് ഡാൻസ് കളിച്ചാലോ? വാ വാ. ഡാൻസ് പൊക്കോണം. അതെ, ഇനി ഈ പിണക്കം മാറ്റിയില്ലെങ്കിലേ ഞാനും പിണങ്ങും കേട്ടോ. പിന്നെ അടുത്ത കാലത്തൊന്നും മിണ്ടണമെന്ന് പറഞ്ഞേ എന്റെ പിന്നാലെ വന്നേക്കരുത് കേട്ടല്ലോ. അതെ, പിണക്കമൊക്കെ നമുക്ക് മാറ്റാം. പക്ഷേ എന്നെ ഇത്രയ്ക്ക് മനസ്സ് വിഷമിപ്പിച്ച സ്ഥിതിക്ക് കോംപ്രമൈസ് ആവാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണാവോ ഒരു കണ്ടീഷൻ? ചെറിയൊരു പുസ്തകം. അമ്പടാ, അതൊന്നും നടക്കില്ല. ആളെ വിട്. ഞാൻ പറയുന്നേ എന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ഒരു പരിഹാരം വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കോംപ്രമൈസ് ആവുമ്പളേ രണ്ടു വശത്തൊന്നും രണ്ടും കൂടെ വഴക്കിടുവാണോ? എന്ത് കോംപ്രമൈസ്? എന്ത് മനസ്സ് വിഷമിപ്പിച്ചെന്ന്? ഒന്നും നടക്കില്ല. വിട് വിട്, ആളെ വിട്, ഞാൻ പോവാ. ഈ വിഷ്ണു വേണ്ട വിഷ്ണുട്ടാ, വേണ്ട. കൊള്ളാം, ഇത് തന്നെയാ പറ്റിയ അവസരം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിട്ടിരിക്കുമ്പോഴാ മൂന്നാമതൊരാൾക്ക് ഇടിച്ചു കയറാൻ പറ്റുന്നത്. ശാലിനിക്ക് വിഷ്ണുവേട്ടൻ സെലക്ട് ചെയ്ത സാരി ഇഷ്ടപ്പെടാത്തപ്പോ ഈ സുസ്മിത കൊണ്ടുവരുന്ന ഷർട്ട് വിഷ്ണുവേട്ടൻ ഹൃദയംഗമമായി ഏറ്റുവാങ്ങുന്നു. അതാണ് ഇനിയുള്ള ട്വിസ്റ്റ്. ഹലോ, സോറി, എനിക്കങ്ങോട്ട് വരാലോ അല്ലേ? ഇതിന് വരാൻ കണ്ട നേരം. എന്താ വിഷ്ണുവേട്ടന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. എന്താ അത്? ഒരു ഷർട്ടാ, വിഷ്ണുവേട്ടന് വേണ്ടി വാങ്ങിച്ചതാ. അതെ, എനിക്ക് വേണ്ടതിന്റെ ഷർട്ടും. അങ്ങനെ പറയല്ലേ വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടന് വേണ്ടി മാത്രം പ്രത്യേകം സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ ഞാൻ. ദേ നോക്ക്, നല്ല കളറ്, നല്ല ഡിസൈൻ, വിഷ്ണുവേട്ടന് നല്ല മാച്ച് ആവും. എന്ത് മാച്ച്?
നിന്നോട് ഞാൻ പറഞ്ഞ ഷർട്ട് വാങ്ങിച്ചോണ്ടേ പോയ സമയം മെനക്കെടുത്താനായിട്ട്. ഷേ, എന്നാലും ഇത് തിരിച്ചു കൊണ്ടുപോകാന്ന് വെച്ചാ എന്റെ മനസ്സ് വിഷമിക്കും വിഷ്ണുവേട്ടാ. അത് ശരിയാ വിഷ്ണുവേട്ടാ. അല്ല, ഇത്രയും ആയ സ്ഥിതിക്ക് സുസ്മിതയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട വിഷ്ണുവേട്ടാ. ആ ഷർട്ട് അങ്ങ് വാങ്ങിച്ചേക്ക്. വിഷ്ണുവേട്ടന് വേണ്ടി മാത്രം അവള് കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് വന്നല്ലേ. വാങ്ങിക്ക് വിഷ്ണുവേട്ടാ, ഞാനല്ലേ പറയുന്നേ. പ്ലീസ്. വെരി ഗുഡ്. ഇനി ഒരു താങ്ക്സ് കൂടി അങ്ങ് പറഞ്ഞേക്ക്. അതാണ് എന്റെ ഒരു മര്യാദ. താങ്ക്സ്. യു ആർ വെൽക്കം. ഐ എം സോ ഹാപ്പി വിഷ്ണുവേട്ടാ. റിയലി ഐ എം സോ ഹാപ്പി. വരവച്ചിരിക്കുന്നു. ഷർട്ട് വാങ്ങിച്ചില്ലേ? ഇനിയിപ്പോ ഇയാളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോയിക്കൂടെ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാ? ഏയ്, ഒന്നുമില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഓ, നല്ല നമസ്കാരം. പോയാട്ടെ. ഷർട്ട് വാങ്ങാൻ ശാലിനി വിഷ്ണുവേട്ടനെ നിർബന്ധിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കെണിയുണ്ടല്ലോ. അതെന്താന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാവൂ. എടോ ശാലിനി, താൻ എന്തിനാ എന്നെ വെറുതെ? അല്ല, അവളെന്തിനാ എനിക്ക് ഷർട്ട് വാങ്ങിച്ചോണ്ടിരുന്നേ? ആര് പറഞ്ഞിട്ട്? സുസ്മിത അവിടെ നിൽക്കുക. നമ്മൾ പറയുന്നത് കേക്കില്ലേ അവള്? എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം? ഓർത്തിറങ്ങുന്നില്ലല്ലോ. മിണ്ടാതിരിക്കെ. ബഹളം ഉണ്ടാക്കല്ലേ. ഒരു മിനിറ്റ്. ഇനിതാ. വിളിക്കാൻ. ആരെ? രോഹിത്തിനെ വിളിക്കാൻ. ഹലോ. ഹലോ. രോഹിത്, ഇയാള് താഴെ ഉണ്ടോ? ഉണ്ട്. മുകളിലേക്ക് ഒന്ന് വരാവോ? എന്റെ റൂമിലേക്ക്. ആ, ഇതാ വരുന്നു. ആ, ഓ ഓ. ഷെടാ, ഈ മാറിന് എന്തിനാ ഇവിടേക്ക് കയറി വരുന്നേ? എന്താ ബ്രോ, എന്തിനാ എന്നെ വിളിച്ചത്? ശാലിനി, അതങ്ങ് എടുത്തേ. ഇത് താൻ വച്ചോ. ഇത് രോഹിത്തിന് വേണ്ടി വാങ്ങിച്ചതാ. എന്താ ഇത്? അതൊരു ഷർട്ടാ. ഒരാൾക്ക് കൊടുത്ത ഗിഫ്റ്റാ.
രോഹിത്ത് ഇത് നീ വെച്ചോ. രോഹിത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. ആ റാസ്കലിന് വേണ്ടി വാങ്ങിച്ചെന്നോ? രോഹിത്തിന് വേണ്ടി ഒരാൾ ഇഷ്ടത്തോടെ വാങ്ങിയതല്ലേ. വാങ്ങിച്ചോ രോഹിത്തെ, കൊണ്ടുപോയ്ക്കോ. താങ്ക്സ്. ഉഗ്രൻ പീസ്. ഇതെനിക്ക് നല്ല മാച്ച് ആയിരിക്കും. എന്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ച പോലെയുണ്ട്. നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണോ? നിന്നെ കൊണ്ട് ഞാനിത് ഇടിയിക്കില്ല. ഇവൻ എങ്ങോട്ടായി പോകുന്നേ? ആ ഷട്ടിങ് തന്നെ. എന്തിന്? ഇത് എന്റെ ഷട്ടാ. അയ്യേ, വിഷ്ണു എന്നോട് പറഞ്ഞത് പുതിയതാണെന്നാണല്ലോ. പുതിയതൊക്കെ തന്നെയാ, പക്ഷെ എന്റെയാ. നിന്റെ ആണെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാ? അയ്യോ, ഞാൻ തുറന്നു നോക്കില്ല കേട്ടോ. രോഹിത്തെ, കളി നിർത്ത്. ഇത് ഞാൻ ഭാമാന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച ഷർട്ടാ. അയ്യോ, നിന്റെ ഭാമാന്റെ ഷർട്ട് വെച്ചോടെ തുടങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. രോഹിത്, എന്റെ വിധം മാറും കേട്ടോ. ഭാമാന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഞാൻ വിഷ്ണുവേട്ടന് ഗിഫ്റ്റ് കൊടുത്ത ഷർട്ടാ ഇത്. അതെനിക്കറിയാം. പക്ഷെ വിഷ്ണുവിനോട് പറഞ്ഞു. എനിക്ക് നേരിട്ട് തരാനുള്ള മടി കൊണ്ടല്ലേ നീ ഇത് വിഷ്ണുവിന്റെ കൈ കൊടുത്തയച്ചത്. നമുക്കിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നിനക്ക് എന്നോടുള്ള പ്രണയത്തിന് ഒരു കുറവില്ലെന്നറിയില്ല. വളരെ സന്തോഷമുണ്ട് കേട്ടോ. തരാനല്ലേ പറഞ്ഞേ? ഇത് നിനക്കുള്ള ഷർട്ടല്ല. നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു. ഒന്ന് പോകുമ്പത്തെ നീ മര്യാദയ്ക്ക് തരുന്നുണ്ടോ? അതിന് തരാനല്ലേ പറഞ്ഞേ? എന്തേ, ചുംബനമാണോ? പറയേ. ഇതിന് പ്രതിഫലമായി തരേണ്ടത് അതാണ്. എന്നാലും പക്ഷേ ഇവിടെ വെച്ച് തരാനല്ലേ പറഞ്ഞേ? നമ്മള് പ്രതീക്ഷയാണ് കണ്ടില്ലല്ലോ. നിക്ക് നിക്ക്, ഇപ്പൊ വരും. ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഈ കുട്ടികൾ എവിടെ പോയി? തരാനല്ലേ പറഞ്ഞേ? പിടിക്കരുത്. എടാ, അതിന് തരാൻ. എന്നൊന്ന് കാണണമല്ലോ. പിടിക്കരുത്. ഞാൻ നോക്കട്ടെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോന്ന്. നീ തരാനല്ലേ പറഞ്ഞേ? എന്നാലൊന്ന് കാണട്ടെ. തരാൻ. ചുമ്മാ ഇരിക്കാൻ. സുസ്മിതേ, എന്താ അവിടെ? എന്താ സുസ്മിത ഇത്? അന്നേരം ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും കാണുമെന്ന്. എന്താ അവിടെ? ഇപ്പൊ നോക്കിക്കോ. എന്താ ഇവിടെ? അല്ലാണ്ടി ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഇപ്പൊ പിന്നെ ഞാൻ കണ്ടതെന്താ? അത് തള്ളയോട് ഇപ്പൊ എന്താ പറയാ? ശരി, എങ്കി നീ പറയൂ രോഹിത്. അത് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം മുതലേ പറയേണ്ടി വരും. ആദ്യം മുതലെന്ന് പറഞ്ഞ ഇവനെ പ്രേമിച്ച് കടന്നു കളഞ്ഞത് ഞാനാണെന്ന് ഇവൻ പറയില്ലേ? എങ്കിൽ ഞാൻ വേണ്ട, ഞാൻ പറയാം. ഞാൻ രോഹിത്തിനൊരു ഷർട്ട് ഗിഫ്റ്റായി കൊടുത്തതാ. രോഹിത്തിന് പാസ് മാർക്ക് കിട്ടി. ഇനി ഗ്രേസ് മാർക്ക് കിട്ടുമെന്നുള്ളവന്റെ കഴിവിനനുസരിച്ചിരിക്കും. ഇത് പൊളിക്കും. നോക്കട്ടെ.
നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രോഹിത്തേട്ടന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ദാ ഏട്ടന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഈ ഷർട്ട് എനിക്ക് തരുമോ ആന്റി? നിനക്കെന്തിനാ ഈ ഷർട്ട്? അതൊക്കെ ഉണ്ട്. ആ ആന്റി എനിക്ക് ഷർട്ട് തരുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഓ, നീ ഇത് രോഹിത്തിന് വേണ്ടി വാങ്ങിയതാ? അതെ ആന്റി, പാവല്ലേ, വേറെ ആരാ ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? അതെ അതെ, ഉണ്ടായിരുന്നവര് ചതിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ? അയ്യോ, ആ അർത്ഥത്തിലൊന്നും അല്ല ആന്റി. ദീനാനുകമ്പയും ഭൂതതയൊക്കെ കൂടുതലുള്ള ഒരാളാ ഞാൻ. നിന്റെ ദീനാനുകമ്പയും ഭൂതദയൊക്കെ കുഞ്ഞുനാള് മുതലേ കാണുന്നവളല്ലേ സുസ്മിത ഞാൻ. ഒരു കല്ല് പെൻസിലോ നാരങ്ങ മുട്ടായോ ഇവളാർക്കും വെറുതെ കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അന്ന് മുതല്. രോഹിത് കുറച്ച് പാടുപെടേണ്ടി വരും. ആന്റി ആന്റി എന്തൊക്കെയാ പറയുന്നേ? എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ കണ്ണുപൊട്ടിയൊന്നും അല്ല.